എന്തുകൊണ്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്? അത് പാറ്റ പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ മുട്ടുമടക്കിയത് കൊണ്ടല്ല ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കാരണം ഡൽഹിയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതെ ഇരിക്കാൻ CJP പ്രവർത്തകരെ അടക്കം സ്വന്തം മക്കളെ പോലെ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ കാണുന്നത് കൊണ്ടും ഡൽഹിയിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നവും അവരുടെ ജീവന് ഒരു തരത്തിലുമുള്ള ആപത്തും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ സ്വയം രാജിവെച്ചത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് IBയുടെയും റോയുടെയും അടക്കം റിപ്പോർട്ടുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. പാറ്റ പ്രവർത്തകർക്കിടയിലേക്ക് രാജ്യദ്രോഹികളടക്കം നുഴഞ്ഞു കയറുന്നുണ്ട്. വിദേശ രാജ്യത്ത് നിന്നടക്കം വിമാനം പിടിച്ച് ഡൽഹിയിലേക്ക് വന്നു. പാകിസ്ഥാനിൽ നിന്നടക്കം തീവ്രവാദികൾ ISന്റെ സഹായത്തോടു കൂടി, ജെയ്ഷെ മുഹമ്മദിന്റെ സഹായത്തോടു കൂടി, ലഷ്കർ ഇ തോയ്ബയുടെ സഹായത്തോടു കൂടി ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പാറ്റ പ്രവർത്തകർക്കിടയിലേക്ക് നുഴഞ്ഞു കയറി അവർ പെട്രോൾ ബോംബുകളും അതോടൊപ്പം തന്നെ മറ്റ് സ്ഫോടനങ്ങൾ നടത്താനായിട്ട്, ചാവേർ സ്ഫോടനങ്ങൾ നടത്താനായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അനിഷ്ട സംഭവങ്ങളും ഡൽഹിയിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു പ്രധാനമായ ഒരു ലക്ഷ്യം അത് മുൻനിർത്തിക്കൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. നിലവിലിപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തെ ലക്ഷ്യമിട്ട് പെട്രോൾ ബോംബ് ആക്രമണം നടത്താനുള്ള ഗൂഢാലോചനയാണ് പഞ്ചാബ് പോലീസ് തകർത്തത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേരെയാണ് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് പ്രതിഷേധം നടക്കുന്ന സമയത്ത് സംഘം ജന്തർ മന്ദിറിൽ എത്തുകയും ആക്രമണം നടത്തുന്നതിനായി പെട്രോൾ ബോംബുകൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക സഹായങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഏജൻസികൾ, യൂണിഫോം ധരിച്ച മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യമിടാൻ പാകിസ്ഥാനിലുള്ള സൂത്രധാരന്മാർ പ്രതികൾക്ക് പരിശീലനം നൽകിയിരുന്നതായി പോലീസ് വ്യക്തമായി പറയുന്നുണ്ട്. ആസൂത്രണം ചെയ്ത ആക്രമണം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവർ തിരിച്ച് പഞ്ചാബിലേക്ക് തന്നെ തിരികെ പോയെന്നാണ് പഞ്ചാബ് പോലീസ് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ശത്രുക്കൾ ഉണ്ട് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വെല്ലുവിളി. അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 80% രാജ്യം പിന്നെ ഒരു ഭീകരാക്രമണത്തിലേക്കുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകില്ല, സുരക്ഷിതമായി തന്നെ ഇരിക്കും. ബാക്കിയുള്ള ഒരു 10-20% ബാക്കി പാകിസ്ഥാനിൽ നമ്മൾ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാകും. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷനിലൂടെ പഞ്ചാബിലേക്ക് മടങ്ങിയെത്തിയ സംശയാസ്പദമായ വ്യക്തികളെയാണ് അതിജാഗ്രതയോടുകൂടി പഞ്ചാബ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പേടിഎം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയതായും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൂത്രധാരന്മാരുടെയും അവരുടെ പ്രാദേശിക സഹായികളുടെയും പങ്കിനെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറയുന്നുണ്ട്. അമൃത്സർ പോലീസ് അതോടൊപ്പം തന്നെ അമൃത്സർ പോലീസിന്റെ കമ്മീഷണറേറ്റ് അതോടൊപ്പം തന്നെ ISIയുടെ പിന്തുണയോടെ അതിർത്തി കടന്ന് പ്രവർത്തിച്ചു വരുന്ന 2 ഭീകരവാദ സംഘങ്ങളെ പിടികൂടുകയും 4 പ്രായപൂർത്തിയാകാത്തവരടക്കം 9 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പറേഷനിടെ 3 അനധികൃത പിസ്റ്റളുകളും 4 പെട്രോൾ ബോംബുകളും 9 വെടിയുണ്ടകൾ എന്നിവ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുക, സുരക്ഷാ കേന്ദ്രങ്ങൾ നിരീക്ഷിക്കുക, അനധികൃത ആയുധങ്ങൾ ശേഖരിക്കുക, ക്രമസമാധാനം തകർക്കുക തുടങ്ങിയവയായി പ്രാദേശിക യുവാക്കളെ റിക്രൂട്ട് ചെയ്തിരുന്ന വിദേശത്തുള്ള ISI ഹാൻഡിലർമാരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ പ്രവർത്തിച്ചിരുന്നതെന്നാണ് പ്രാഥമികമായി അന്വേഷണത്തിൽ വ്യക്തമായത്. റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും അവയിലെ ദൃശ്യങ്ങൾ വിദേശത്തുള്ള ഹാൻഡിലർമാർക്ക് കൈമാറുകയും ചെയ്തിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അമൃത്സറിലെ മൊഹക്കംപൂർ അതോടൊപ്പം തന്നെ C ഡിവിഷൻ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ശൃംഖലയിലെ മറ്റ് അംഗങ്ങളെ തിരിച്ചറിയുന്നതിനും ഇതിന്റെ മുന്നോട്ടുള്ളതും പിന്നോട്ടുള്ളതുമായ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനും സാമ്പത്തിക ഇടപാടുകളുടെ ഉറവിടം പരിശോധിക്കുന്നതിനും മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുമുള്ള തുടർ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട പഞ്ചാബ് പോലീസ് ഇപ്പോൾ വളരെ വിശദമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ സമരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും ഇതിന് പിന്നിൽ ISIയുടെ കൃത്യമായ താല്പര്യം എന്താണെന്നും പോലീസ് തന്നെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ ശക്തമായി തന്നെ പാകിസ്ഥാനെ തിരിച്ചടിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകൾ, സ്കൂളുകളടക്കം നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. അതിന്റെ ഒരു പക അവർ ഇന്ത്യയിലേക്ക് വീട്ടാനായിട്ട് ഓരോ സമയവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ എവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു അവിടെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ആളുകൾ നുഴഞ്ഞു കയറി ഒരു വലിയ രീതിയിലുള്ള ഒരു തീവ്ര ആക്രമണം അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം നടത്താനുള്ള ഒരു നീക്കം അവർ നോക്കുന്നു. പക്ഷെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണ്ണും നട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഓരോ പദ്ധതികൾ നമ്മൾ പൊളിച്ചടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.